നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ചാവടിയന്ത്രം ഇവിടെ വെച്ചായിരിക്കുമോ അതോ മലേഷ്യയിൽ വെച്ചായിരിക്കോ? നീ ഒന്നോർത്ത് വെച്ചോ. ആ സമയത്ത് കിടന്ന് ഓട്ടം പിടിക്കണ്ടല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. ആഹാ, അല്ല ഇത് ആരാ ഈ വരുന്നത്? എന്താ ഈ വഴിക്ക്? ഉപേന്ദ്ര, ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളെ ദ്രോഹിക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്. എന്താ ഏട്ടത്തിയമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്നും എന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിച്ച ആളാ. എന്റെ ഏട്ടന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ, അറിയോ? ഞാനും എന്റെ ഏട്ടനും രാമലക്ഷ്മണന്മാരെ പോലെ കഴിഞ്ഞവരാ. ആ എന്നെ ഏട്ടത്തി ഒരു അന്യനെ പോലെ കാണുന്നതിലേ എനിക്ക് പരാതിയുള്ളൂ. ഉപേന്ദ്ര, നീ പറഞ്ഞത് കറക്റ്റാ. നിന്റെ ചേട്ടൻ രാമൻ തന്നെയാ. അയോധ്യ വിട്ടിറങ്ങാൻ പോകുന്ന രാമൻ. വനവാസത്തിന് പകരം ഇത് പക്ഷേ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെരുവാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നീ ഈ സാഹസത്തിൽ നിന്നൊന്ന് പിന്തിരിയ. എല്ലാ വഴികളും മുട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സഹായിക്കണം. ഏട്ടത്തി ഇപ്പോഴും എന്നെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നന്മ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ എവിടെയോ ഒരു പാളിച്ച വന്നു. ആ പാളിച്ച എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മനസ്സ് വച്ചാൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും പറ്റും. അയോധ്യ വിട്ടിറങ്ങുന്ന രാമനെ കണ്ടുകൊണ്ട് ലക്ഷ്മണന് കയ്യും കെട്ടി മാറി നിൽക്കാൻ പറ്റുമോ? എങ്കിൽ ഉപേന്ദ്ര, നിനക്ക് 100 പുണ്യം കിട്ടും. എനിക്ക് എന്തിനാ ഏട്ടത്തി പുണ്യം? ജീവിച്ചിരിക്കുമ്പോ കിട്ടുന്നത് എന്തും ഉപേന്ദ്രൻ ആഗ്രഹിക്കും. അത് കിട്ടാനായി ശ്രമിക്കുകയും ചെയ്യും. എനിക്ക് പുണ്യം വേണ്ട. എനിക്ക് വേണ്ടതെന്താന്ന് വെച്ചാ ഉപേന്ദ്ര, തുറന്നു പറയാലോ, വർഷങ്ങളായി ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന മോഹ എന്നെങ്കിലും ഒരിക്കൽ സാധിക്കാമെന്ന് കരുതി. രാഘവേട്ടനെ കളഞ്ഞ് നീ എന്റെ കൂടെ ജീവിക്കണം. എന്റെ ഭാര്യയായിട്ട് പറ്റുമോ? നീ ലക്ഷ്മണനാണെന്ന് പറഞ്ഞല്ലോ. നിന്റെ ചേട്ടൻ രാമനും. ഏത് കഥയിലാടാ ലക്ഷ്മണൻ സീതാദേവി ആഗ്രഹിച്ചത്? സീതാദേവി ലക്ഷ്മണന്റെ അമ്മയായിരുന്നടാ, അമ്മ. അമ്മ എന്ന വാക്കുപോലും നിന്നെ പോലുള്ളവർക്ക് ഉച്ചരിക്കാൻ അർഹതയില്ലാത്തതാ. കാരണം അതിനൊരു പവിത്രതയുണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. ഇനി നീ എന്റെ പിന്നാലെ വന്ന് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട. കാരണം നിന്റെ മനസ്സ് ഇത്ര ദുഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അതെ, പകയാണ്. നിന്നെ കിട്ടാത്തതിന്റെ പക. എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും എന്നെ തഴഞ്ഞ് നിന്നെ സ്വന്തമാക്കിയപ്പോ എന്റെ ചേട്ടൻ കരുതിയത് ഞാനെല്ലാം മറക്കുമെന്നാണ്. പക്ഷേ ഞാനത് മനസ്സിനകത്തിട്ട് വളർത്തി വലുതാക്കി ഊതിക്കാച്ചിയ പൊന്നുപോലെ മിനുക്കിയെടുത്തു. ഇതുപോലെ തിരിച്ചടിക്കാൻ. എടാ, അപ്പൊ നീ പക വീട്ടാൻ തന്നെ വന്നതല്ലേ? പിന്നെ എന്ത് കരുതി? നിന്നോടും നിന്റെ ഭർത്താവിനോടുമുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സ്നേഹപ്പുഴ ഒഴുക്കാനെന്നോ? ഇത് മധുര പ്രതികാരമാ. സ്നേഹം നഷ്ടപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന്റെ പക. ഇതിന് കൂടുകയുള്ളൂ.
നീയൊക്കെ കൊട്ടയും വട്ടയും മാറാപ്പുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴേ ഇതിനൊരു അന്ത്യം വരൂ. നിന്റെ മധുര പ്രതികാരം ഞാൻ വരവ് വെച്ചു. ഇനി ഇതിനൊരു മറുപടി വേണമല്ലോ. അതിനി നിനക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. എപ്പോ വേണമെങ്കിലും. ഒരുങ്ങിയിരുന്നോ നീ? ആണായി പിറന്നവന്റെ അംഗപ്പുറപ്പാടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഉപേന്ദ്രനെ ഉണരുമ്പോ കാണുന്നതാണ് ലോകം. അതിനപ്പുറത്തേക്ക് ചിന്തയില്ല, ഇപ്പുറത്തേക്കും ചിന്തയില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഭീഷണിയൊന്നും എനിക്ക് ഏജയല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം. ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ചാവടിയന്ത്രം ഇവിടെ വെച്ചായിരിക്കുമോ അതോ മലേഷ്യയിൽ വെച്ചായിരിക്കോ? നീ ഒന്ന് ഓർത്തു വെച്ചോ. ആ സമയത്ത് കിടന്ന് ഓട്ടം പിടിക്കണ്ടല്ലോ. കരുതിയിരുന്നോ നീ? ശരിയാക്കുന്നുണ്ട്. ആരാ കരുതിയിരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും എന്നെ തഴഞ്ഞ് നിന്നെ സ്വന്തമാക്കിയപ്പോ എന്റെ ചേട്ടൻ കരുതിയത് ഞാനെല്ലാം മറക്കുമെന്നാണ്. പക്ഷേ ഞാനത് മനസ്സിനകത്തിട്ട് വളർത്തി വലുതാക്കി ഇതുപോലെ തിരിച്ചടിക്കാൻ. അന്ന് വീട്ടിൽ വന്നപ്പോ ബിഗ് ഫ്രണ്ടിന് എന്തൊരു സ്നേഹമായിരുന്നു. മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് എന്തോരം ഉമ്മ എനിക്ക് തന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.